സീസണിലെ ആദ്യ രണ്ട് മത്സരങ്ങളും പരാജയപ്പെട്ടതിനു ശേഷം ബ്ലാസ്റ്റേഴ്സിനെ കാത്തിരിക്കുന്നത് സീസണിലെ ഏറ്റവും നിർണായകമായേക്കാവുന്ന മത്സരമാണ്. എതിരാളികൾ പുതുതായി ലീഗിലേക്ക് എത്തിയ ഇന്റർ കാശി. ഒരു പ്രൊമോട്ടഡ് ടീമാണെന്ന് കരുതി അവരെ ലാഘവത്തോടെ കാണാൻ നമുക്ക് കഴിയില്ല. കാരണം ISLന് വേണ്ടി വിന്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ നല്ല രീതിയിൽ അവർ ടീം റീബിൽഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ISLലെ ആദ്യ മത്സരത്തിൽ ശക്തമായ ഗോവൻ നിരക്കെതിരെ സമനില പിടിച്ചാണ് അവർ ISLലേക്കുള്ള തങ്ങളുടെ വരവറിയിച്ചത്. പന്ത് കിട്ടുമ്പോൾ വേഗത്തിലുള്ള കൗണ്ടർ അറ്റാക്കാണ് അവരുടെ ആയുധം. ഓപ്പോസിഷൻ മുന്നിലേക്ക് വരുമ്പോൾ പുറകിൽ ലഭിക്കുന്ന സ്പേസ് ഉപയോഗിച്ച് ശക്തമായ ആക്രമണം നടത്താൻ പ്രാവീണ്യരായ താരങ്ങൾ ഹബാസിന്റെ കയ്യിലുണ്ട്. ബ്ലാസ്റ്റേഴ്സ് അവർക്കെതിരെ ഹൈലൈൻ കളിച്ചാൽ കൗണ്ടറിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ അവർ ഗോൾ കണ്ടെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ അവർക്കും എല്ലാവരെയും പോലെ തന്നെ ചില ദൗർബല്യങ്ങളൊക്കെ ഉണ്ട്. പുതിയ ടീമായതുകൊണ്ട് തന്നെ താരങ്ങൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്പായി വരുന്നേ ഉള്ളൂ. പ്രതിരോധം കോർഡിനേറ്റ് ചെയ്യുമ്പോഴും ഈ പ്രശ്നങ്ങൾ അവർ കാട്ടുന്നുണ്ട്. ഹൈ പ്രസിംഗ് ഗെയിമാണ് അവരെ കുഴപ്പിക്കാറുള്ളത്. മത്സരത്തിലെ ആദ്യ ഗോൾ എന്തായാലും നിർണായകമാകും. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മത്സരത്തിലെ ആദ്യ ഗോൾ കണ്ടെത്തുക എന്നതാണ് ലക്ഷ്യം വെക്കേണ്ടത്. ഗോൾ നേടിയാൽ ഇന്റർ കാശിക്ക് അവരുടെ സ്വതസിദ്ധമായ ശൈലിയിൽ നിന്നും മാറി ചിന്തിക്കേണ്ടി വരും. സാധാരണയായി ഗോൾ നേടിയതിനു ശേഷം ബസ് പാർക്ക് ചെയ്യുന്നതാണ് അവരുടെ മെയിൻ പരിപാടി. എന്തായാലും ആദ്യ ഗോൾ വളരെയധികം നിർണായകമാണ്. അതേപോലെ തന്നെ ഈ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ജയിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു റിസൾട്ട് കൊണ്ടുവരേണ്ടത് അത്രയധികം നിർണായകമാണ്. കാരണം ഈ മത്സരത്തിൽ പരാജയം വഴങ്ങിയാൽ അത് തുടർച്ചയായ മൂന്നാമത്തെ പരാജയമാകും. മാത്രമല്ല ഈ സീസണിന്റെ തുടക്കത്തിൽ നേരിടേണ്ടി വരുന്ന ആ ഒരു തകർച്ചയിൽ നിന്നും പിന്നെ ടീമിന് തിരിച്ചു വരുന്നത് വളരെയധികം ബുദ്ധിമുട്ടേറിയ കാര്യമായിരിക്കും. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ ഫോമൊക്കെ നമുക്ക് മറന്നു കളയാം. സീസണിലെ മൂന്നാമത്തെ മത്സരമാണ്. ഇനി എക്സ്ക്യൂസുകൾക്കൊന്നും സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കംബാക്ക് ഈ മാച്ചിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം.